ഇന്നലെ നിത്തുവിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേ എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ടാവുന്ന പതിവാണല്ലോ. അപ്പോൾ പുസ്തകം തരാനും പിന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ തരാനൊക്കെ ആയിരുന്നു കേട്ടോ ആ മീറ്റിംഗ്. അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്നു. കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിത്തുട്ടൻ എന്താ ഇങ്ങനെ എന്തോ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് നിൽക്കണോ പോണോ എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകുന്നു. നല്ല മഴ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് എത്താമെന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് പോകുന്നത്. കണ്ടില്ല, ഞങ്ങൾ നേരത്തെ നല്ല മഴ പെയ്തിട്ട് ചോർന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഐശേട്ടൻ പതുക്കെ ആയിട്ട് വണ്ടി എടുത്തത് നല്ല ചളി വിളിയായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ. ഞാനും നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ഒരു ചായ സ്പോട്ട് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ. പേര് കണ്ടില്ല നിങ്ങൾ, ജാർ കഫേ. ആ പേരിലുള്ള വെറൈറ്റി പോലെ തന്നെ നല്ല വെറൈറ്റികളായിട്ടുള്ള കടികളും ചായയും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. നിത്തുടനെ സ്കൂളിൽ നിന്ന് കൂട്ടി വരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ കയറി തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഇതിലെ പോകുമ്പോഴൊക്കെ ഇവിടെ കയറും. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് റോഡ്, മാവൂർ കോഴിക്കോട് റോഡിലാണ്. നമ്മൾ ചെറുപ്പ കഴിഞ്ഞിട്ട് പെരുവയിൽ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ വഴിയോര വിശ്രമ കേന്ദ്രത്തിലാണ് കേട്ടോ ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ പൊൻപറ കുന്നിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്താണ് ഉള്ളത്. എന്താണ് ഈ ഒരു സ്പോട്ടിന് ഇത്ര പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ ഓരോ കടികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്താണ് കാണാനുള്ള ഒരു രസം എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എടുത്ത് തിന്നാൻ തോന്നും. അത് മാത്രമല്ല, കാഴ്ചയിലുള്ള വൈവിധ്യം മാത്രമല്ല, ടേസ്റ്റിലും ഓരോന്നും ഓരോ രുചികളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരെന്തൊക്കെയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞങ്ങളെത്തിയ കുറച്ച് നേരത്തെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 2:30 ആയപ്പോഴാണ് ഞങ്ങളെത്തി. അപ്പോൾ കടികളൊക്കെ റെഡി ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വൈകുന്നേരം ഒരു 4 മണി ആ ഒരു സമയമാണ് കേട്ടോ ഇവിടെ നല്ല റഷ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം നിത്തൂട്ടം കല്ലുമ്മക്കായാണ് അനീഷയുടെ ഒരു ഏലാഞ്ചി. ഞാനപ്പോൾ അവിടെ ബീഫും പിന്നെ പൂളും ഉണ്ട് പറഞ്ഞപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള താഴത്തെ വീട്ടിൽ താത്ത ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ബീഫിന്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ താത്താനങ്ങനെ ആലോചിച്ചിട്ടോ. പുറത്ത് നല്ല മഴ, നല്ല ചൂടുള്ള ചായ, കൂടാതെ ഈ ഒരു പൂളും ബീഫും, ആഹാ എന്തൊരു കോംബോ ആണല്ലേ. അപ്പോൾ ഈ ഒരു സ്പോട്ട് ആരും മറക്കണ്ട കേട്ടോ. നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്നാണെങ്കിലും അത് രുചിയിൽ മാത്രമല്ല വെറൈറ്റികളിലും എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ അത് എവിടെയായിരുന്നാലും പോയി കഴിക്കുക എന്നുള്ളത് മലയാളികളുടെ ഒരു താല്പര്യമാണല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം പോയിട്ട് നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട പിന്നെയും പോകുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്പോട്ട് മനസ്സിൽ വെക്കുക. എപ്പോഴെങ്കിലും ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോഴിക്കോട് മാവൂർ റോഡിലാണ്, വഴിയോര വിശ്രമ കേന്ദ്രത്തിനോട് ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. അത് നമ്മളെ പൊൻപറ കുന്നിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് അരികിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രുചിയൊന്ന് എല്ലാവരും അറിഞ്ഞു പോവുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. അതെന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എനിക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ